ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, താങ്കൾ ഒരു ഉണർവിനെ പ്രതീക്ഷിക്കുന്ന, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഉണർവിനെ പറ്റി ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എവിടെയാണ് ഏറ്റവും വലിയ ഉണർവ് കാണുന്നത്? നമ്മുടെ ബിബ്ലിക്കൽ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഉണർവെന്ന് പറയുന്നത് ദൈവം മോശയെ ഉപയോഗിച്ചു. ഈ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ ദാസനായ മോശയെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. 10 ബാധകളുണ്ടായി. അതിനുശേഷം ഈ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവിടെ ചെങ്കടൽ 2 പിളർക്കപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ചെങ്കടൽ 2 പിളർക്കപ്പെട്ട് അതിലൂടെ നടന്നു വരുന്നൊരു ജനം. അതിനുശേഷം അവർ കാണുന്നത് രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ദൈവം തന്നെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ജനത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അവർക്ക് ഭക്ഷണത്തിനായി മന്നയും അത്ഭുതങ്ങളും അടയാളങ്ങളും രാവ് മുതൽ വൈകുന്നേരം വരെ ആ ഒരു അത്ഭുതത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നത്. വചനം ഇങ്ങനെ പറയുന്നു: അവരുടെ കണ്ണ് മങ്ങിയില്ല, അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല എന്ന് പറഞ്ഞാൽ മൊർട്ടാലിറ്റി, ഇൻഫ്ലുവൻസ് ഓഫ് എറ്റേണിറ്റി ഓൺ മൊർട്ടാലിറ്റി, നിത്യജീവന്റെ സ്വാധീനം അവരുടെ വസ്ത്രത്തിൽ പോലും, അവരുടെ കണ്ണിൽ പോലും, അവരുടെ ചെരുപ്പിനെ പോലും ദൂരവിളാക്കി എന്നുള്ളതാണ്. അസാധാരണമായിട്ടുള്ള അത്ഭുതങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ കാണുന്നത്. എന്നാൽ ഈ ഉണർവിന്റെ അന്ത്യം എന്താണ് പ്രിയമുള്ളവരെ? ഈ ഉണർവിന്റെ അന്ത്യത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, ഈ ജനം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നതാണ്. ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവനായി മോശയും കാലേബും ജോഷുവയും മാത്രമേ ശേഷിച്ചുള്ളൂ. ഇത്ര വലിയ അത്ഭുതങ്ങളും അസാധാരണമായ വീര്യപ്രവർത്തികൾ ഉണ്ടായിട്ടും ഈ ജനത്തിന് ദൈവത്തിന്റെ ഹൃദയം അറിയാൻ കഴിയാതെ പോകുന്നതാണ് ആ ഉണർവിന്റെ അന്ത്യത്തിൽ നമ്മൾ കാണുന്നത്. വീണ്ടും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാനായി ഒരു കൂട്ടം ദാസന്മാരെ അയക്കുന്നു. അവർ ഓൺ ദ വേ അവര് പ്രവാചകനായ ശമൂവേലിനെ കാണുന്നു, അവരുടെ ശിഷ്യന്മാരെ കാണുന്നു. അവരെല്ലാം ഒരുമിച്ച് പ്രവചിക്കുന്നു. രണ്ടാമതും മറ്റൊരു കൂട്ടത്തെ അയക്കുന്നു, മൂന്നാമതും മറ്റൊരു കൂട്ടത്തെ അയക്കുന്നു. അവരെല്ലാം പ്രവചിക്കുകയാണ്. അവസാനം ശൗൽ രാജാവ് തന്നെ പ്രവചിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. എന്നാൽ ഈ പ്രവചനങ്ങളും അസാധാരണമായ പ്രൊഫറ്റിക്കൽ ഇമ്പാർട്ടേഷനും അസാധാരണമായ പ്രവചനങ്ങളൊന്നും അവരുടെ ജീവിതത്തെ മാറ്റിയില്ല. അവരെല്ലാം അതുപോലെ തന്നെയായിരുന്നു. പഴയ നിയമത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. എന്നാൽ ലെറ്റ് മീ ഗോ ത്രൂ ന്യൂ ടെസ്റ്റ്മെന്റ്. ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്ന കാഴ്ച, യേശു 2 മീനും 5 അപ്പവും 5000-ങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു? അത് വർദ്ധിപ്പിക്കുന്നു. അവിടെ ഞാൻ ചിന്തിക്കുന്ന, പുരുഷന്മാർ 5000 ആണെങ്കിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കുന്ന വലിയൊരു കൂട്ടം, ഒരു 10,000 15,000 ആളുകൾ ഉണ്ടായിരിക്കും. അവരെല്ലാം വലിയ എക്സൈറ്റഡ് ആയി, അവർ അത്ഭുതങ്ങൾ കണ്ടു, അവര് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അടുത്ത ദിവസം അതിനേക്കാൾ വലിയൊരു കൂട്ടം. ഞാൻ ചിന്തിക്കുന്ന ചിലപ്പോൾ 25,000 30,000 ഒക്കെ വരുന്ന വലിയൊരു കൂട്ടം. ആസ് എ പാസ്റ്റർ അത്രയും പേര് എൻ്റെ ചർച്ചയിലോട്ട് വന്ന് ഞാൻ എക്സൈറ്റഡ് ആകും. ഞാൻ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണെന്ന് പറയും. എന്നാൽ യേശു പറയുകയാണ്, യേശു എക്സൈറ്റഡ് അല്ലായിരുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അല്ല അന്വേഷിക്കുന്നത്, നിങ്ങൾ അപ്പം കഴിച്ച് തൃപ്തരായതുകൊണ്ട് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. യേശു തൻ്റെ വചനം പറയാൻ തുടങ്ങിയപ്പോൾ, വെളിപ്പാടുകൾ പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ഈ ഉണർവ് കണ്ടു വന്ന വ്യക്തികൾ, ഈ അത്ഭുതം കണ്ടു വന്ന വ്യക്തികളെല്ലാം യേശുവിനെ വിട്ടുപോകുന്ന കാഴ്ചയാണ്. എന്നാൽ അവിടെ കൊണ്ട് ബൈബിൾ അവസാനിക്കുന്നില്ല. നമുക്ക് മറ്റൊരു കാഴ്ച കൂടെ കാണാൻ പറ്റും. ആ നാളിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി അവരെല്ലാം യേശുവിനോട് 3000 പേർ ദൈവസഭയോട് ചേർക്കപ്പെട്ടൊരു ഉണർവാണ് നമ്മൾ പിന്നീട് കാണുന്നത്. പിന്നീട് വചനം പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, അവിടെ 3000 പേര് ദൈവസഭയിലേക്ക് വന്നപ്പം അതൊരു ആരംഭമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? ഈ 3000 പേര് സഭയോട് ചേർക്കപ്പെട്ടു. സഭയിൽ വലിയ ഉപദ്രവം ഉണ്ടാകുന്നു. ദൈവമക്കളെ തീപ്പന്തങ്ങളായി തെരുവുകളിൽ കത്തിച്ചു നിർത്തി. ദൈവമക്കളെ, വിശുദ്ധന്മാരെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കളയുന്നു, മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നു, തല വെട്ടിമാറ്റുന്നു. എന്നിട്ടും അവർ വീണു പോയില്ല, അവർ ഓടിപ്പോയില്ല. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരു തലമുറ അവിടെ എഴുന്നേറ്റ് വരുന്നതാണ് കാണുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കുന്നതാണ്. ആ പിതാവിന്റെ ഹൃദയം തിരിച്ചറിയുന്ന ഒരു തലമുറ, ദൈവത്തെ വഹിക്കുന്ന, ക്രിസ്തുവിനെ നോക്കുന്ന, ദൈവം ഹൃദയം വഹിക്കുവാൻ കഴിയുന്ന, പിതാവിന്റെ തേജസ്സും മഹത്വവും വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു തലമുറ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനാണ് ഉണർവെന്ന് പറയുന്നത്. ഉണർവെന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തു വെളിപ്പെടുന്നതാണ്. കുറെ അത്ഭുതങ്ങൾ നല്ലതാണ്, അത്ഭുതങ്ങൾ വിമർശിക്കുന്നതല്ല, ഒരു ഇമ്പോർട്ടേഷൻ നല്ലതാണ്. പക്ഷേ നമ്മൾ
ഇമ്പോർട്ടേഷന്റെയും അത്ഭുതങ്ങളുടെയും അവസാനത്തിൽ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ രക്ഷകരാകുന്ന, നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച ജീവൻ തന്ന യേശുവിന്റെ മഹത്വത്തിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നില്ല എങ്കിൽ, പിതാവിന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ചെന്നെത്തുന്നില്ല എങ്കിൽ, നമ്മൾ ആ പിതാവിനെ കണ്ടെത്തുന്നില്ല എങ്കിൽ, ആ ഉണർവുകളെല്ലാം വ്യർത്ഥമായ ചില മൂവ്മെന്റുകൾ മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന വിശുദ്ധ ജനമേ, നിങ്ങൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവേ, നിന്റെ ഹൃദയം അന്വേഷിക്കുന്ന, നിന്റെ ഹൃദയം അറിയുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ തേജസ്സിനെ വഹിക്കുന്ന, നിന്റെ കൃപയെ വെളിപ്പെടുത്തുവാൻ പറ്റുന്ന ഒരു തലമുറയെ, എ സീസൺ ഓഫ് സൺസ് റിവീലിംഗ് ഫാദേഴ്സ് ഗ്ലോറി ആൻഡ് ഗ്രേസ്, പിതാവിന്റെ മഹത്വവും തേജസ്സും വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പുത്രന്മാരുടെ കാലഘട്ടം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ തേജസ്, യേശുവിന്റെ മഹത്വം, അവന്റെ രക്ഷയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരേണ്ടതിനായി നിങ്ങൾ ഉണർവിനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് പോകുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.